നെല്ലിയമ്പത്തിറങ്ങിയ കാട്ടാനകളെ തുരത്താനുള്ള ദൗത്യം ആരംഭിച്ചു. വനം വകുപ്പ് സംഘം ആനകളെ ട്രാക്ക് ചെയ്തിരുന്നു. 3 ആനകളാണ് പ്രദേശത്തുള്ളത്. സുർജിത്ത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലായി നെല്ലിയമ്പം മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ 5 ആനകളായിരുന്നു. അതിൽ 2 ആനകൾ ഇന്നലെ തന്നെ കാട് കയറിപ്പോയി. പക്ഷേ 3 ആനകളുടെ സാന്നിധ്യം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ മേഖലയിലുണ്ടായിരുന്നു. അത് ഉച്ചയ്ക്ക് ശേഷമാണ് വനംവകുപ്പ് ദൗത്യം തുടങ്ങിയത്. വലിയ അശ്രാന്ത പരിശ്രമം തന്നെയായിരുന്നു വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. കാട്ടാനകളെ തുരത്തുക, അതായത് ജനവാസ മേഖലയിൽ ആണ് ഈ കാട്ടാനകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. മാത്രമല്ല തോട്ടങ്ങൾ, വയൽ ഇതെല്ലാം തന്നെ തരണം ചെയ്താണ് 3 കാട്ടാനകളെയും തുരത്താൻ, പാതിരി വനമേഖലയിലേക്ക് തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആശ്വാസകരമായ കാര്യമാണ്. ഇപ്പോൾ ചെതലയം റേഞ്ച് ഓഫീസർ തന്നെ രാജീവ് തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, ദൗത്യം വളരെ ദുഷ്കരമായിരുന്നു. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിൽ വലിയ ആശങ്കയുണ്ടായിരുന്നു. എന്തായിരുന്നു ഒരു ദൗത്യത്തിന്റെ അവസ്ഥ വിവരിക്കൂ. നമുക്ക് ഈ കാടുകൾ പോലെ തന്നെ തോട്ടങ്ങൾ കാട് പിടിച്ച് കിടക്കുന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ ദുഷ്കരമായിട്ട് നമുക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് നമ്മൾ 1-2 തവണ വയലിലേക്കൊക്കെ ഇറക്കിയെങ്കിലും ആന തിരികെ തന്നെ ഈ കാട് പോലെ പിന്നെ പിടിച്ച് കിടക്കുന്ന തോട്ടങ്ങളിലേക്ക് കയറുകയായിരുന്നു. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എന്തായാലും 3 കാട്ടാനകളെയും നമ്മളിപ്പോൾ കാട്ടിലേക്ക് സുരക്ഷിതമായി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മിഷൻ വിജയിച്ചതായി നമുക്ക് പറയാം. ഈ ആശങ്ക ശരിക്കും ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അവരൊക്കെ പലപ്പോഴും രോഷം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു വന്നതാണല്ലേ? അതെ. അതെന്താണെന്ന് പറഞ്ഞാൽ നെല്ലിയമ്പം ഭാഗത്തൊക്കെ ആന അപൂർവമായി മാത്രം എത്തുന്ന ഒരു 8 കിലോമീറ്ററോളം പുറത്തോട്ട് ആന എത്തിപ്പോയിരുന്നു. അതാണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയായിട്ട് നിന്നിരുന്നത്. കാടിനടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ച് പെട്ടെന്ന് തന്നെ ഓടിക്കാൻ പറ്റും. ഇത് 8 കിലോമീറ്റർ ദൂരം ആനയെ തുരത്തി തിരികെ കാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ദുഷ്കരമായ പ്രവൃത്തിയാണ് നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും വിജയകരമായ ആ ഒരു പ്രവർത്തനം പൂർത്തീകരിച്ചു. റേഞ്ച് ഓഫീസർ രാജീവ് മുതൽ താഴെ തട്ടിലുള്ള വാച്ചർമാർ വരെയുള്ളവരുടെ കൂട്ടായ പരിശ്രമം, അത് വലിയ പരിശ്രമം തന്നെയായിരുന്നു. അതിന് നമ്മൾ ദൃക്സാക്ഷികളായതുമാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ആശ്വാസം. ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ ഇപ്പോൾ വനമേഖലയിലേക്ക് തുരത്താൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസം ആളുകളെ സംബന്ധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എപ്പോഴും വനംവകുപ്പിനെ ആളുകൾ വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ പല ഘട്ടങ്ങളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ ഒരു ദൗത്യം പൂർണ്ണമായും ജനങ്ങൾ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ഈ കാട്ടാനകളെ ഇവിടെ നിന്നും തുരത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ ആശ്വാസകരമായ കാര്യമാണ് വനംവകുപ്പിനെ സംബന്ധിച്ചും. സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്.